ഫസ്റ്റ് റൗണ്ട് റിപ്പോർട്ട്. ബംഗളൂരു ദുരന്തത്തിൽ കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ രാജിവെച്ചു. ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് രാജി. സായ്കുമാർ നമുക്കൊപ്പം. സായ്കുമാർ, ഇതൊരു ബിഗ് ബ്രേക്കിംഗ് തന്നെയാണ്. കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ എന്തുകൊണ്ട് ഇങ്ങനെ ഉത്തരവാദിത്ത ബോധമില്ലാതെ ഒരു പരിപാടിയുടെ സംഘാടനത്തിലേക്ക് പോയി എന്ന ചോദ്യങ്ങൾ ഉയരുകയായിരുന്നു, രാഷ്ട്രീയമായും ഉയരുകയായിരുന്നു. ഇപ്പോൾ അവർ രാജിവെച്ചിരിക്കുന്നു. സ്വമേധയായാണോ രാജി? തീർച്ചയായും സുജിയ, ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത പദവിയിൽ നിന്ന് രാജിവെക്കുന്നു എന്നാണ് ഇപ്പോൾ ക്രിക്കറ്റ് അസോസിയേഷൻ അറിയിച്ചിട്ടുള്ളത്. സെക്രട്ടറി ശങ്കർ, ട്രഷറർ ES ജയറാം എന്നീ രണ്ട് പ്രമുഖരാണ്, ക്രിക്കറ്റ് അസോസിയേഷന്റെ തലപ്പത്തുള്ള രണ്ട് പ്രമുഖരാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്, പദവി ഒഴിഞ്ഞിരിക്കുന്നത്. അത്രമേൽ വലിയ വിമർശനമാണ് ഈ ദുരന്തത്തിന്റെ പേരിൽ ക്രിക്കറ്റ് അസോസിയേഷന് ഏൽക്കേണ്ടി വന്നത്. സർക്കാരിനെ കൊണ്ട് ഈ ഒരു പരിപാടി നടത്താൻ നിർബന്ധിച്ചത് ക്രിക്കറ്റ് അസോസിയേഷനാണ് എന്നുള്ള വലിയ വിമർശനം അവർ കേൾക്കേണ്ടി വരുന്നു. യാതൊരു വിധത്തിലുള്ള മുന്നൊരുക്കമില്ലാതെ നടത്തിയ ഈ പരിപാടിയാണ് വലിയൊരു ദുരന്തത്തിൽ കലാശിച്ചത്. പോലീസിന്റെ നടപടിയും ഒരു വശത്ത് നടക്കുന്നുണ്ട്. RCBയുടെ പ്രധാനപ്പെട്ട ആളുകളെ അടക്കം കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ കാണിക്കേണ്ട ഒരു ജാഗ്രത ക്രിക്കറ്റ് അസോസിയേഷൻ കാണിച്ചില്ല എന്നുള്ള വിമർശനം ഈ ദുരന്തം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ ഉയർന്നതാണ്. പല കോണുകളിൽ നിന്ന് പ്രതിപക്ഷ പാർട്ടിയായ BJPയിൽ നിന്നടക്കം ശക്തമായ വിഷയം ഉന്നയിക്കപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് തങ്ങൾ ഈ പദവിയിൽ നിന്ന് രാജിവെക്കുന്നു എന്നാണ് ഇപ്പോൾ ഈ രണ്ട് പേരും അറിയിച്ചിട്ടുള്ളത്.